രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്രങ്ങളിലും ചാനലിലുമൊക്കെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഈ വാർത്തകളുടെ അടിസ്ഥാനം പത്രങ്ങൾ തന്നെയാണ്. പത്രങ്ങളിൽ കൂടെയും ചാനൽ കൂടെയും മാത്രമാണ് ഈ വാർത്തകൾ വരുന്നത്. ഒരു യുവനടി റിനി ആൻഡ് ജോർജ്, അവർ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, പത്രപ്രവർത്തകയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ പല ചാനലുകളിലും വന്നിട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയക്കാർ അവർ മാന്യമായിട്ട് സംസാരിക്കണം, മാന്യമായി പെരുമാറണം, അങ്ങനെയുള്ള ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ അനുഭവം വെച്ചിട്ട് അവർ പറഞ്ഞു. അതിശക്തമായ ഭാഷയിലാണ് അവർ പ്രതികരിച്ചത്. എല്ലാ ചാനലുകളിലും അവർ പ്രതികരിക്കുന്നത് കണ്ടു. പൊതുവെ രാഷ്ട്രീയക്കാർക്കെതിരായി അവരുടെ പ്രവർത്തന മേഖലയിൽ അവർ കാണിക്കുന്ന മികവിന് പകരം അവർ കാണിക്കുന്ന ചില ആക്ഷേപങ്ങളും വൃത്തികേടുകളും ഒക്കെയാണ്. അതിൽ മാന്യത പുലർത്താം എന്ന് തന്നെയാണ് ആ യുവനടി പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ പേരെടുത്ത് വ്യക്തമായി പറഞ്ഞുമില്ല. ചില ഇൻഡിക്കേഷൻസ് ഒക്കെ പത്രക്കാർ അവരുടെ സംസാരത്തിൽ നിന്ന് കണ്ടെത്തി. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ എന്ന് മറ്റ് പത്രങ്ങളും എഴുതി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി നേരിട്ട് ഒരു ആക്ഷേപവും റിനി ആൻഡ് ജോർജ് പറഞ്ഞുമില്ല. പൊതുവെ രാഹുൽ മാട്ടങ്ങൾ മാത്രമല്ല, യൂത്ത് കോൺഗ്രസ്സുകാർ മാത്രമല്ല, എല്ലാ പാർട്ടിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കുറച്ചുകൂടെ മാന്യത കാണിക്കണം, പ്രവർത്തിക്കണം. സംസാര ഭാഷയിൽ വ്യത്യാസം ഉണ്ടാകണം. അസഭ്യമായ രീതിയിൽ മ്ലേച്ഛമായ ഭാഷകൾ സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കരുത്. ഇതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. റിനി ആൻഡ് ജോർജ് ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കൊടുത്തിട്ടുമില്ല. അവർ പരാതി കൊടുക്കാനും അവർ ഈ പറഞ്ഞ ആൾക്കാരെ ഭാഗത്തുനിന്ന് ചിലരെ പേര് വയ്ക്കാതെ പറഞ്ഞ ചില രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ചില തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ല. അവർ കുറച്ചുകൂടെ മാന്യതയായി കുറെ മാന്യത അവർ കാണിക്കുന്നു. അവർ ഇതുപോലെയുള്ള ചില മോശമായ പ്രവർത്തനങ്ങൾ പല രാഷ്ട്രീയക്കാരിൽ നിന്ന് അവർ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതേപ്പറ്റി ജനറലായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കരുത്. അതേസമയത്ത് സ്വകാര്യ സംഭാഷണങ്ങളിൽ അവരെ ചില ഹോട്ടലിലേക്കും മറ്റും ക്ഷണിക്കുന്നു, അവരെ പല സ്ഥലത്തേറ്റും വരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള ചില വൃത്തികെട്ട സംഭാഷണങ്ങളിലേക്ക് അവർ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. എന്തായാലും വളരെ മാന്യമായിട്ട് തന്നെയാണ് റിനി ആൻഡ് ജോർജ് ചാനലിൽ അവർ സംഭാഷണത്തിൽ കൂടെ നമ്മൾ മനസ്സിലാകുന്നത്. ആരെപ്പറ്റിയും വ്യക്തമായി അവർ ഒരു ആക്ഷേപം ഉന്നയിച്ചില്ല. പക്ഷെ ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയാണ് എന്ന് പല ചാനലുകളും അതോടൊപ്പം തന്നെ യൂട്യൂബുകളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെ ആളും പേരും ഇല്ലാതെ ഒരാളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് തീർച്ചയായിട്ടും അത് നിയമത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കില്ല. ഇവിടെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു റിട്ടൺ പരാതി ആരും കൊടുത്തിട്ടില്ല. ആരും അവിടെ ഇവിടെ ഇരുന്നൊക്കെ പറയുന്നതല്ലാതെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പരാതി കൊടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. അതേസമയത്ത് അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ എന്നൊരാൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അവിടെ ചില രാഹുൽ മാങ്കൂട്ടവും ചില സ്ത്രീകളുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. അത് അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് ഹാജരാക്കുന്നത്. യുവതിയും രാഹുലും തമ്മിലുള്ള സംഭാഷണം ആണ് എന്ന് പറഞ്ഞ് ചില ഡിജിറ്റൽ എവിഡൻസുകളാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഗർഭചിത്രത്തിന് ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള രീതിയിലും ആ പരാതിയിൽ ഉള്ളടക്കത്തിൽ പറയുന്നുണ്ട്. ബാലാവകാശ കമ്മീഷനിലും അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പരാതിയിൽ മറ്റുള്ളവരുടെ പരാതി അഡ്വക്കേറ്റ് ഷിൻഡോയെ ആരെങ്കിലും പോലീസിലോ അല്ലെങ്കിൽ നിയമം കൈകാര്യം ചെയ്യുന്നിടത്തോ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുമില്ല. ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങളാണ് IT നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. 67 IT ആക്ട് അനുസരിച്ച് ഒരു ഇലക്ട്രോണിക്സ് ഫോമിൽ കൂടെ മോശമായി രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ ഏതെങ്കിലും MLA-മാരോ രാഷ്ട്രീയ പ്രവർത്തകരോ മറ്റാരെങ്കിലുമോ മോശമായ രീതിയിൽ ഇലക്ട്രോണിക്സ്
ഫോമിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് 67 IT ആക്ട് പ്രകാരം കുറ്റകരമാണ്. പക്ഷെ അതിനകത്ത് പരാതിക്കാർ വേണം, ശബ്ദ സന്ദേശം വേണം, അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് ഹാജരാക്കണം. അതിന് 67 IT ആക്ട് പ്രകാരം നടപടിയുണ്ട്. നോൺ ബെയിലബിൾ ആണ്, ജാമ്യം ലഭിക്കുകയുമില്ല. പക്ഷെ അങ്ങനെ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടോ ആർക്കും എതിരായിട്ടോ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അതേസമയത്ത് 67 IT ആക്ട് പ്രകാരം പരാതി കൊടുക്കുന്ന ഒരു കാര്യം സൂക്ഷിച്ചോണം. 66 എന്നൊരു വകുപ്പ് കിടക്കുന്നുണ്ട്. നിങ്ങൾ അത് ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയോ അല്ലെ പരാതി കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശബ്ദ സന്ദേശം ഹാക്ക് ചെയ്തെടുത്തതാണെങ്കിൽ അപ്രകാരം ഹാക്ക് ചെയ്യുന്ന വ്യക്തി പരാതി കൊടുക്കുമ്പം അയാൾക്ക് തീർച്ചയായിട്ടും ഡിജിറ്റൽ ആക്ട് പ്രകാരം കുറ്റകരമാണ്. മറ്റൊരാളുടെ ശബ്ദമോ അവരുടെ പരാതികളോ ഹാക്ക് ചെയ്തെടുക്കുന്നത് 66 പ്രകാരം കുറ്റമാണ്. ഇദ്ദേഹത്തിന് ഇപ്പോൾ ശബ്ദ സന്ദേശം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ആ ശബ്ദ സന്ദേശത്തിൻ്റെ ഉടമകൾ ഇദ്ദേഹത്തിനെ അത് ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ 66 IT ആക്ട് പ്രകാരം അഡ്വക്കേറ്റ് ഷിൻഡോ കുറ്റം ചെയ്തു എന്ന് കണക്കാക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഇപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്ന ആ പരാതിയിലും ബാലാവകാശ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന പരാതിയിലും ആ ശബ്ദ സന്ദേശം കൊടുത്തെങ്കിൽ ആരുടേതെന്ന് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹത്തിന് അത് എങ്ങനെ കിട്ടി എന്ന് പറയാനും ബാധ്യസ്ഥനാണ്. തന്നെ ആരെങ്കിലും അത് ഏൽപ്പിച്ചതാണോ എന്ന് പറയാനും അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈബർ ബുള്ളിങ് ധാരാളം നടക്കുന്നുണ്ടെങ്കിലും ആരും ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതേസമയത്ത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് രണ്ടു വിധത്തിൽ അത് നേരിടേണ്ടി വരും. ഒന്ന് 67 IT ആക്ട് അനുസരിച്ച് കുറ്റം ആരെങ്കിലും അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാം. അല്ലാതെ പോലീസിനെ ഹറാസ് ചെയ്യാനായിട്ട് 66 അനുസരിച്ച് ഹാക്ക് ചെയ്ത് കൊടുത്ത ശബ്ദമാണെങ്കിൽ അത് അഡ്വക്കേറ്റ് കുറ്റക്കാരനാകും. അതേസമയത്ത് പോലീസ് ആക്ടിന്റെ പരിധിയിൽ ചില റൂമേഴ്സ് ഇതുപോലെയുള്ളത് ഒരു രാഷ്ട്രീയക്കാരനെതിരായിട്ടോ സമൂഹത്തിനെതിരായിട്ടോ മതത്തിനോ രാഷ്ട്രീയ പാർട്ടിക്ക് ആർക്കെതിരായിട്ടോ വ്യക്തികൾക്കെതിരായിട്ടോ ഇതുപോലെയുള്ള കളവായ മോശമായ റൂമേഴ്സ് പരത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് കേസെടുക്കാം. അങ്ങനെ പരത്തുന്നവർക്കെതിരായി 118 പോലീസ് ആക്ട് പ്രകാരവും കേസെടുക്കാൻ പറ്റും. അതേസമയത്ത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവിടെ ഇരുന്ന് ഏതെങ്കിലും ജസ്റ്റേഴ്സ് പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്ത് മോശമായി മറ്റൊരാളെ പറ്റി സംസാരിക്കുകയോ പബ്ലിക് ആയിട്ട് അത് മൈക്കിൽ കൂടെ പറയുകയോ അല്ലെങ്കിൽ ഡിജിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടി പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും 119 പോലീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പം ഈ 3-4 സെക്ഷന്റെ കാര്യം എല്ലാവർക്കും ഓർമ്മ വേണം. ഒരാളെ പറ്റി മോശമായ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രതികരിക്കുന്നെങ്കിൽ അതിന് നിയമത്തിന്റെ സംരക്ഷണം ഉണ്ടാകണം. ഒന്നെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇതുവരെ ആരും പരാതി കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടു, എനിക്കെതിരായ ആക്ഷേപം വന്നുകൊണ്ട് എൻ്റെ ഔദ്യോഗിക സ്ഥാനം യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. MLA-യുടെ സ്ഥാനം രാജിവെക്കണമെന്നൊക്കെ ഡിമാൻഡ് ഉണ്ടെങ്കിലും കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ ഒരു പശ്ചാത്തലം, അങ്ങനെ ഒരു പ്രീസിഡന്റ് ഇതുവരെ കാണുന്നില്ല. കേരളത്തിൽ തന്നെ അറിയാം നമുക്ക് കടകംപള്ളി സുരേന്ദ്രനെതിരെയും അതുപോലെ തന്നെ വേറെ 1-2 MLA-മാർക്കെതിരെയും ഒക്കെ മോശമായ ആക്ഷേപങ്ങൾ വന്നപ്പം അവരാരും രാജിവെച്ച് കണ്ടിട്ടില്ല. അതിനകത്ത് സിനിമാ നടന്മാർ MLA ആയ വ്യക്തിക്കെതിരെയും വന്നു, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും വന്നു. രണ്ടുപേരും എതിരായിട്ടുള്ള ചില കംപ്ലൈൻറ്റും FIR വരെ ഉണ്ടായിട്ടും അതിൻ്റെ ശിക്ഷാവിധി വരുന്നിടം വരെ MLA ആയിട്ട് തുടരും എന്നാണ് രണ്ടുപേരും കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ മുകേഷ് MLA പറഞ്ഞത്. അപ്പോൾ അതുപോലെ പ്രീസിഡന്റ് അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടൻ രാജിവെക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ആരെന്ന് വ്യക്തമല്ല. അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരാക്ഷേപം ഇന്ന് വരെ രംഗത്ത് വന്നിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമേ പോലീസ് നടപടിയെടുക്കുകയുള്ളൂ. ഏതായാലും പോലീസ് ബുദ്ധിപൂർവ്വം സംയമനം പാലിച്ചു എന്നാണ് ഇതിന് മനസ്സിലാക്കുന്നത്. കാരണം നിയമപരമായി പോലീസ് ഒരു കേസെടുക്കണമെങ്കിൽ റിട്ടേൺ കംപ്ലൈന്റ് കിട്ടണം. അല്ലാതെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഊഹാപോഹം വെച്ച് പോലീസ് കേസെടുത്താൽ അത് നിലനിൽക്കുന്നതല്ല, അത് പോലീസിന് ദൂഷ്യം ചെയ്യും. അതുകൊണ്ട് ധൈര്യസൗകര്യം ആരെങ്കിലും ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നെങ്കിൽ അതിനകത്ത് വസ്തുതകളില്ലെങ്കിലും പാരയാവും. അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ ഒരു കംപ്ലൈന്റ് ആണ് എങ്കിൽ ആർക്ക് വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുത്താൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. അതേസമയത്ത് തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു എന്നൊരു സ്ത്രീയോട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതായിട്ട് രീതിയിലുള്ള ഒരു പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ അഡ്വക്കേറ്റ് ഷിൻഡോ ജോർജ് കൊടുത്തിരിക്കുന്നതായിട്ടും കണ്ടു.
അത് തീർച്ചയായിട്ടും ആരാണ് ആ സ്ത്രീ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഗർഭം ഉണ്ടായി, ആര് മുഖേന ഗർഭം ഉണ്ടായി, ഗർഭചിത്രത്തിന് ആരാണ് പ്രേരിപ്പിക്കുന്നത്, അങ്ങനെയുള്ള എവിഡൻസ് കൊടുക്കാൻ ഒരു സ്ത്രീയും ഇതുവരെ തയ്യാറായിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരാൾ പറയുന്നത് കേസിന്റെ കാര്യത്തിൽ യാതൊരു ഗുണവും ചെയ്യില്ല, ആ കേസ് നിലനിൽക്കുകയില്ല, പോലീസ് ഒട്ട് കേസെടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ആക്ഷേപം ഉന്നയിച്ചു എന്ന് കരുതുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ സിനിമാ നടി, അവര് ആരുടെയും പേര് വ്യക്തമായി പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവര് സിനിമാ നടിയായാണ് 916 കുഞ്ഞിക്കുട്ടൻ എന്ന ഒരു സിനിമയിലെ നായികയായിരുന്നു എന്ന് പറയുന്നു. അവർ പല സിനിമയിലും നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേസമയത്ത് പത്രപ്രവർത്തകയുമായിരുന്നു. പക്ഷെ അവര് ആ ചാനൽ ചർച്ചയിൽ എങ്ങും ആരുടെയും പേരും പറഞ്ഞില്ല. അതിൽ നിന്ന് ചില വാക്കുകൾ വെച്ചുള്ള ഊഹാപോഹത്തിലാണ് രാഹുലിനെതിരെ ഒരു ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ആരെങ്കിലും റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കുന്നിടം വരെ അത് ഈ ഊഹാപോഹങ്ങൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കും. അതിൽ രാഹുൽ മാങ്കൂട്ടം അതിന് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ആരെങ്കിലും വരട്ടെ, അപ്പം പ്രതിരോധിക്കാം. പക്ഷെ അത് കെട്ടടങ്ങി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ആരോപണം ആരും വ്യക്തമായി പോലീസിന് മുമ്പ് പറയുന്നുമില്ല. അതിന് അനുഭവസ്ഥർ വേണം പറയാൻ. ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരാൾക്ക്, മൂന്നാം ഒരു കക്ഷിക്ക് അതിനകത്ത് പരാതി കൊടുത്താൽ പോലീസ് അത് സ്വീകരിക്കത്തില്ല, കോടതി അത് സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് പരിക്കേറ്റു എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ധാരാളം പരിക്കേറ്റു. നിയമപരമായി അദ്ദേഹത്തിനെതിരായി യാതൊരു കേസുകളും ഇപ്പം നിലവിലില്ല. ഇപ്പൊ വന്ന വാർത്തകളിലൊന്നും നിയമപരമായ ഒരു കേസ് നിലനിൽക്കുന്ന രീതിയിൽ ഒരു കംപ്ലൈന്റ് വന്നിട്ടുമില്ല.